പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് വിരുന്നു പോകാനൊരുങ്ങുകയാണ്. ആ സമയത്താണ് മദീനയിലെ ആ കൊച്ചു ഗ്രൗണ്ടിൽ നിന്ന് ഒരു കുഞ്ഞുമോൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നത്. മറ്റാരുമല്ല, രാജ്യം ഭരിക്കുന്ന ഖലീഫ ഉമർ ബിൻ ഖത്താബിൻ്റെ മകനാണ്. എന്തിനാ കരയുന്നത്? കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഏതോ ഒരു കുട്ടി ആ കുഞ്ഞിനിഷ്ടമില്ലാത്ത എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചപ്പോൾ എല്ലാവരും ഉറക്കെ ചിരിച്ചു. അതിൽ മനം നൊന്തിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. കരഞ്ഞുകൊണ്ട് വരുന്ന മകനെ കണ്ടപ്പോൾ ഉമർ ഖത്താബിന് സങ്കടമായി. മോൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്തിനാ എൻ്റെ മോൻ കരയുന്നേ? ആരാ നിന്നെ ഉപദ്രവിച്ചത് എന്ന്. ആ മകൻ പറഞ്ഞു, എല്ലാവരും ഉപദ്രവിച്ചതല്ല, പക്ഷേ എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ കേട്ടു. എന്താ കേട്ടത്? അതെ, നമ്മുടെ അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ മകനില്ലേ, ഹസ്സൻ തങ്ങൾ, അവരെ കൂട്ടുകാരെ മുമ്പിൽ വെച്ച് പറയണേ, എടാ നീ അത്ര വലിയ ആളാകുന്നും വേണ്ട, നീയേ എൻ്റെ വല്യപ്പാൻ്റെ ഖാദിമിൻ്റെ മകനല്ലേ എന്ന്. ഞാൻ അങ്ങനെയാണോ വാപ്പ? ഞാൻ ഈ രാജ്യത്തിൻ്റെ ഖലീഫയുടെ അമീറുൽ മുഅ്മിനീൻ്റെ മകനല്ലേ, ഖാദിമിൻ്റെ മകനാണ്. കുട്ടികളൊക്കെ ചിരിച്ചു. എനിക്ക് വലിയ സങ്കടമായി. മോൻ്റെ കയ്യും പിടിച്ച് ഉമർ ഖത്താബ് ഒരൊറ്റയോട്ടമാണ്. എങ്ങോട്ടാണെന്നറിയോ? അലിയാരുടെ വീട്ടിലേക്ക്. വീടിൻ്റെ കവാടത്തിൽ ഉമർ ഖത്താബിൻ്റെ വരവ് കണ്ടിട്ട് തന്നെ ഹസൻ തങ്ങൾ പേടിച്ച് കരയുന്നുണ്ട്. ആരായി വരുന്നത്? ഒരു കാലത്തെ ചുണ്ടിൽ ഒരു ചൂളം വിളിയും കയ്യിലൊരു ചാട്ടവാറും ചെരുപ്പിടാത്ത കാലും ചപ്രിച്ച തലമുടിയുമായി കണ്ണിൽ കാണുന്നവരെല്ലാം വെല്ലുവിളിച്ച് വീരശൂര പരാക്രമിത്വം കാണിച്ച് ധീരത കാട്ടി നടന്ന ഉമർ. പക്ഷേ ഇപ്പോഴോ ദീനിൽ വന്നതിന് ശേഷം കിസ്റ കൈസറിനെ കിടുകിടാ വിറപ്പിച്ച ധീരനായ രാജ്യത്തിൻ്റെ ഖലീഫ വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹസൻ എന്ന പൊന്നുമോൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കാണ്, എൻ്റെ മോനെ ഇങ്ങനെ പറഞ്ഞോ എന്ന്. മുത്തുനബിയുടെ പേരക്കുട്ടിയല്ലേ, പേടിച്ചുപോയി. കള്ളം പറഞ്ഞ് ശീലമില്ലല്ലോ, സത്യം പറഞ്ഞു. അതെ, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഒന്നുകൂടി പറയോ എന്ന് കെഞ്ചി ചോദിച്ചു. എന്ത് പറയാനാണ് ഉമർ ഖത്താബ് ആവശ്യപ്പെടുന്നത്? എടാ, നിന്റെ വാപ്പയില്ലേ, എൻ്റെ വല്യപ്പാൻ്റെ ഖാദിമായിരുന്നില്ലേ എന്ന്. ഉമർ ഖത്താബേ ആ കുഞ്ഞു കവിളിലെ പിടിച്ചിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 കണക്കിന് ചുംബനം കൊടുത്ത ആ വിശുദ്ധ കവിളിലെ ഉമ്മ കൊടുത്തിട്ട് വീണ്ടും സാവധാനത്തിൽ ചോദിച്ചു, പൊന്നു മോനെ ഹസനെ, ഒന്നുകൂടി പറയോ? പറ്റുമെങ്കിലേ എനിക്കതൊരു കടലാസിൽ എഴുതി തരുമോ എന്ന്. എന്തിനാണെന്നറിയോ? നാളെ നമ്മളൊക്കെ മരിച്ചു പോകുമ്പോഴേ ഞാനും ഉണ്ടാകും അവിടെ. നിങ്ങളൊക്കെ ആ മുത്തുനബിയുടെ വിശുദ്ധ രക്തത്തിൽ പിറന്നവരല്ലേ. നിങ്ങളൊക്കെ വലിയ വലിയ നിലയിലാവും. സാധുവായ ഉമറിനെ പടച്ചോൻ പിടിക്കുന്ന സമയത്ത് എനിക്ക് പറയാനാണ്, പടച്ചോനെ, നിന്റെ ഹബീബിൻ്റെ പേരക്കുട്ടി എന്നെക്കുറിച്ച് പറഞ്ഞതെന്താണെന്നറിയോ? ഈ കടലാസ് ഒന്ന് നോക്കൂ, ഇതേ ഹസൻ തങ്ങൾ എഴുതി തന്നതാ, ഞാനേ നിന്റെ ഹബീബിൻ്റെ ഖാദിമാണ് എന്ന്. അതുകൊണ്ട് എന്നെ ശിക്ഷിക്കരുത് എന്ന് പറയാനാ. ആരായി പറയുന്നത്? ദീനിൽ വന്നതിന് ശേഷം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരെ മുത്തുനബി പേരെടുത്ത് പറഞ്ഞപ്പോഴേ രണ്ടാമത് പറഞ്ഞയാളാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ ഒരു സാധുവിനെ പോലെ മുട്ടുകുത്തിയിട്ട് കേണപേക്ഷിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, മോനെ, ഞാനേ നിന്റെ ഹബീബിൻ്റെ ഖാദിമാണ് എന്ന് എഴുതിത്തരണം. പടച്ചോനോട്
പറഞ്ഞ് ജയിക്കാനാണ് എന്ന്. സ്വന്തം മോനോട് പറയണേ, ഈ പൊന്നുമോൻ പറഞ്ഞത് സത്യമാകാനേ എൻ്റെ മോൻ തുറക്കണം. കാരണം നിൻ്റെ പാപ്പാക്ക് അതിനെക്കാട്ടിലും വലിയൊരു വേറെ സ്ഥാനപ്പേര് കിട്ടാനില്ല എന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തിനാണ് ഈ പറഞ്ഞതെന്നറിയോ? നമ്മളെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിയിട്ട്, ഒന്ന് പാളി നോക്കിയിട്ട് ഉറപ്പുവരുത്താനാണ്. അള്ളാഹു നമ്മുടെ കൽബിലെ മഹബത്ത് വർദ്ധിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.